അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ഇരുട്ടിൽ തപ്പുകയാണ്. നമ്മൾ NEP നടപ്പിലാക്കൂല, NEP അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് കാലാകാലങ്ങളിൽ ഇറക്കുന്ന നയങ്ങളും നിയമങ്ങളും ഒക്കെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. അതേത് ഗവൺമെൻറ് വന്നാലും UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് പങ്കാളിത്ത പെൻഷൻ വന്നത്. പക്ഷേ LDF 10ാമത്തെ വർഷത്തിലേക്കാണ് പോകുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഈ ഇങ്ങനെ ചർച്ച ചെയ്ത് എന്നും ചർച്ചയും സമരവും ബഹളവും അല്ലാതെ 10ാം വർഷത്തിലേക്ക് പോകുമ്പോഴും പങ്കാളിത്ത പെൻഷൻ മാറ്റിയെടുക്കാൻ സർവീസ് സംഘടനകൾക്കും കഴിയുന്നില്ല, ഗവൺമെൻറ് അതിനകത്ത് വഴങ്ങുന്നുമില്ല. അതാണ് ഈ പരിഷ്കാരങ്ങളുടെ ഒരു പ്രത്യേകത. ഒരു പരിഷ്കാരം വന്നു പോയാൽ അത് പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ വലിയ പ്രശ്നമാണ്. കാരണം സെക്രട്ടേറിയറ്റിനകത്തൊക്കെ അങ്ങനെ IASകാരൊക്കെ എഴുതുന്ന ഫയലുകളിൽ കർശനമായ സമിതി, കമ്മിറ്റി, പഠന റിപ്പോർട്ട്, കമ്മീഷൻ ഇവരൊക്കെ എഴുതി വെക്കുന്ന റിപ്പോർട്ടുകൾ പിന്നെ വരുന്ന സബ്സിക്വൻ്റായിട്ട് വരുന്ന IASകാരൊക്കെ മാറ്റി എഴുതി ഫയൽ സമർപ്പിക്കാനൊക്കെ വലിയ പ്രശ്നമാണ്. എളുപ്പമല്ല കാര്യങ്ങൾ. നമുക്ക് പറയാൻ നല്ല സുഖമുള്ള കാര്യമാണ്, പക്ഷേ പ്രായോഗികമായി അത് കാണുന്നില്ല.